ഇന്ന് നിങ്ങളോട് അറിയിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി പദം ആര് വരും കാലങ്ങളിൽ സ്വന്തമാക്കും എന്നാണ്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി അദ്ദേഹം ഭൂമിയിലുള്ള എല്ലാ രാജാക്കന്മാരുടെ മുമ്പിലും അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരുടെ മുമ്പിലും സ്വന്തം അണികളുടെ മുമ്പിലും സ്വന്തം രാജ്യക്കാരുടെ മുമ്പിലും അങ്ങേയറ്റം നിന്ദാപാത്രമായിട്ട് തൻ്റെ രാജ്യത്ത് മുഴിയേണ്ടി വരും എന്ന് മാത്രമല്ല, വരും കാലങ്ങളിൽ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ നിന്ന് യഥാർത്ഥമായിട്ടും മനുഷ്യരെയും ദൈവത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർന്നു വരികയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ത്യയിൽ ഒരുമാതിരി സമാധാനം നിറയും, സമൃദ്ധിയും ഉണ്ടായിട്ട് വരും. എന്നാൽ ഈ നരേന്ദ്രമോദിയെ ആ സ്ഥാനത്തുനിന്ന് ഇങ്ങനെ നിന്ദാപാത്രമായിട്ട് മാറുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ കുറവോ കൂടുതലോ ഒന്നുമല്ല, മറിച്ച് അദ്ദേഹം ഒരിക്കലൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്തു, ഒരഭിപ്രായം പറഞ്ഞു. തൻ്റെ ജനനം ബയോളജിക്കലായിട്ടുള്ളതല്ല, ബയോളജിക്കൽ ബെർത്ത് അല്ല തൻ്റേതെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷൻ്റെ രക്തത്തിൽ നിന്നല്ല ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, ദൈവത്തിൽ നിന്നാണ് ഞാൻ ജനിച്ചതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അന്നു മുതൽ ദൈവം തൻ്റെ ആ വാക്കിനെ കണക്കിട്ടു. പ്രിയപ്പെട്ടവരെ, എല്ലാ അധികാരത്തെയും എല്ലാ രാജാക്കന്മാരെയും ഏത് രാജ്യത്താണെങ്കിലും വാഴിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ നാമമാണ്. യേശുക്രിസ്തു മാത്രമേ ബയോളജിക്കൽ അല്ലാത്ത ഒരു ബർത്തായിട്ട് ഭൂമിയിൽ വന്നിട്ടുള്ളൂ. അത്യുന്നതനായിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കന്യകയുടെ മേൽ നിഴലിട്ടപ്പോൾ ഉളവായ വിശുദ്ധ പ്രതിയായതുകൊണ്ട് അവനെന്താണ്, പുരുഷൻ്റെ രക്തത്തിൽ നിന്നല്ല, പുരുഷൻ്റെ ഇഷ്ടത്താലുമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബയോളജിക്കൽ ബർത്തിൽ കൂടെ അല്ല ജനിച്ചത് എന്ന്, അല്ലെങ്കിൽ ബയോളജിക്കലായിട്ടല്ല ഞാൻ ജനിച്ചതെന്ന് ഒരു മനുഷ്യൻ പറഞ്ഞാൽ ഞാൻ ദൈവമാണെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോഴെന്താണ്, ദൈവം ഒരിക്കലും തൻ്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ല. അതായത് നരേന്ദ്രമോദി തൻ്റെ ഭരണത്തിൻ്റെ കുറവുകളോ കൂടുതലോ കൊണ്ടല്ല താൻ ഈ നിന്ദാപാത്രമായിട്ട് തരുന്നത്. താൻ എന്ന് തന്നെത്താനെ ദൈവമാക്കിയോ അന്ന് മുതൽ ദൈവം അവൻ്റെ മേലെ അത് കണക്കിട്ടുകൊണ്ട് സർവ്വനാശത്തിലേക്ക് അവനെ വിട്ടുകളയുകയാണ്. അതായത് ഞാൻ വീണ്ടും പറയുന്നു, അദ്ദേഹം നിന്ദാപാത്രമായിട്ട് പടിയിറങ്ങും. ചെന്നൈയിൽ നിന്ന്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു നല്ല ഭരണാധികാരി ഇന്ത്യയുടെ ചെങ്കോൽ പിടിക്കും. ഇന്ത്യ സമൃദ്ധി കൊണ്ട് നിറയും.